ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? അപ്പോൾ ഇന്ന് ഈ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ഇന്ന് കർക്കിടകം 1. അപ്പോൾ ഞാൻ രാവിലെ ഒരു 5:30 എഴുന്നേറ്റ് കേട്ടോ. നേരെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ചായ കുടിക്കുന്ന പരിപാടിയിലാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂൾ ലൈഫിൽ എൻ്റെ സെക്കൻഡ് ഡേ ആണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള റവ വറുക്കുന്ന പരിപാടിയിലാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം കുഞ്ഞുള്ളത് കൊണ്ട് അമ്മയ്ക്ക് കുഞ്ഞിനെ വെച്ചുകൊണ്ട് പണികളൊന്നും ചെയ്യാനൊക്കില്ല. അതുകൊണ്ട് എനിക്ക് പറ്റാവുന്ന പണികളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ റവ ചൂടാക്കി വെക്കുന്നത് അമ്മ വന്നിട്ട് ഉപ്പുമാവ് റെഡിയാക്കിക്കോളും. ആ ടൈമിൽ എനിക്ക് വേറെയും കുറച്ച് പരിപാടികളുണ്ട്. അടുത്തത് ഞാൻ തക്കാളി അരിഞ്ഞെടുക്കുവാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് ഫുഡിന് എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് തക്കാളിയാണ് മെഴുക്ക് പുരട്ടി എടുക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ വേറെയും കറികൾ എന്തെങ്കിലും ഉണ്ട് അതും കൊണ്ടുപോകും കേട്ടോ. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കുഞ്ഞിലെ ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും അമ്മ എനിക്ക് കറികളും ചോറുമൊക്കെ റെഡിയാക്കി തരുന്നതൊക്കെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടിയായിരുന്നു. ഇപ്പോൾ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. എൻ്റെ പരിപാടി ചോറ് വെക്കലാണ്. എനിക്ക് വേണ്ടിയിട്ട് കുക്കറിലാണ് ചോറ് വെക്കുന്നത്. കാരണം നമ്മൾ അടപ്പിലൊക്കെ വെച്ച് വരുവാണെങ്കിൽ ഒത്തിരി താമസിക്കും. കാരണം വേവുള്ള അരിയാണ് കേട്ടോ. അതുകൊണ്ട് താമസിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ കുക്കറിലിട്ട് വേവിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ സ്കൂളിൽ അവിടെ ഫുഡ് ഉണ്ട് കേട്ടോ. നമുക്ക് ടീച്ചേഴ്സിന് അവിടെ നിന്ന് ഫുഡ് കഴിക്കണം. അങ്ങനെ ഒരു റൂൾ അവിടെ ഉണ്ട്. പിന്നെ ഞാൻ ട്രെയിനി ആയതുകൊണ്ടും പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനാണ് എനിക്ക് ഇഷ്ടം ഫുഡ്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്നാണ് ഫുഡ് എടുക്കുന്നത്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. പെട്ടെന്ന് നമുക്ക് കുക്കറിലാകുമ്പോൾ ചോറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. നമുക്ക് അത്രയും സമയമൊക്കെ ലാഭിക്കാമല്ലോ. ആ ഒരു ഇതിൽ വെച്ചിട്ട് ഞാൻ കുക്കറിലാണ് കേട്ടോ ചോറ് വെച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് സ്പൂൺ ഇടുന്നത് കണ്ടോ? ഇതൊരു ചെറിയൊരു ഹാക്കാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെയുള്ള കുക്കറിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുക്കർ എന്ന് പറയുമ്പോൾ ഇതിലേക്ക് നമ്മൾ എന്തെങ്കിലും വേവിക്കാനുണ്ട് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് വെള്ളം ഇങ്ങനെ പുറത്തോട്ട് തിളച്ച് പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ ഇതിലേക്ക് സ്പൂൺ ഇടുന്നത്. നല്ലൊരു ഹാക്കാണ്. ഞാൻ ഫോണിൽ ഏതോ ഒരു വീഡിയോയിൽ അങ്ങനെ കണ്ടതാണ് കേട്ടോ. അങ്ങനെ അത് ഞാൻ പരീക്ഷിച്ച് നോക്കി. സംഭവം സക്സസ് ആയിരുന്നു. മുറ്റത്തോട്ട് പല്ല് തേക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ റോസ ചെടിയിൽ ഒരുപാട് മുട്ടുകൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ റോസാ ചെടിയിൽ ഇഷ്ടംപോലെ ഇങ്ങനെ മുട്ടൊക്കെ പിടിച്ചിരിക്കുകയുള്ളൂ. നല്ല ഭംഗിയല്ലേ. ഇത് വിരിഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പല്ല് തേക്കാനൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് മുറ്റമൊക്കെ ഒന്ന് കണ്ട് ഇങ്ങനെ നിരീക്ഷിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അടുത്ത എൻ്റെ പരിപാടി കറി വെക്കുവാണ് കേട്ടോ. അപ്പോൾ തക്കാളിയാണല്ലോ മെഴുക്ക് പുരട്ടി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ അതേ പാത്രം വെച്ചു. അപ്പോൾ ഇനി ഇതിലേക്ക് എണ്ണ ഒഴിക്കും. അപ്പോൾ ഞാൻ ചില കറികളിലൊക്കെ കടുക് ഇടും കേട്ടോ. എനിക്ക് തക്കാളി മെഴുക്ക് പുരട്ടിയിൽ കടുക് ഇടുന്നത് എന്തോ എനിക്കിഷ്ടമാണ്. അങ്ങനെ എല്ലാവരും ഇടുമോയെന്നൊന്നും എനിക്കറിയില്ല. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ പെട്ടെന്ന് സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സവോളയും തക്കാളിയും പച്ചമുളകൊക്കെ ഒരുമിച്ച് അരിഞ്ഞിട്ട് എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് എടുത്തിടാറുണ്ട്. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അല്ലാതെ നമ്മൾ നോർമലി ഒരു കൂട്ടം വെച്ചിട്ട് അങ്ങനെ ഇട്ട് സെറ്റാക്കാറുണ്ട്. ഇത് എളുപ്പം ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് പെരേടൊക്കെ ഒന്ന് തൂത്ത് വരാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാളിൽ എപ്പോഴും മറ്റു മുറികളിൽ അധികം മണ്ണ് വരില്ല. ഞങ്ങളുടെ വീട്ടിലെ ഹാളിലാണ് കൂടുതലും മണ്ണ് നിൽക്കാറ്. കാരണം അവിടെയാണല്ലോ എല്ലാവരും കയറി ഇറങ്ങിയൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് സിറ്റൗട്ടും ഹാളും ഞങ്ങൾ രാവിലെ തന്നെ തൂത്ത് വൃത്തിയാക്കിയിടും കേട്ടോ. അതൊക്കെ കഴിഞ്ഞാണ് ഫുള്ള് മുറികളെല്ലാം തൂത്തിടുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ഹോളും ആ സിറ്റൗട്ടൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിടാൻ വേണ്ടി പോവാണ്. പിന്നെ കുഞ്ഞൊക്കെ നടക്കുന്നത് കൊണ്ട് അവളും കളിച്ചും വാരിയൊക്കെ നടക്കുന്നത് കൊണ്ട് അവൾക്കും പ്രത്യേകിച്ച് ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വൃത്തിയാക്കി ഇടുവേ. ഈ ദിവസം ഇപ്പോൾ ഈ ടൈമൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ. ആളെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. അങ്ങനെ ഞാൻ കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്നു. അപ്പോൾ ഒന്ന് കണ്ണെഴുതാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ദിവസം കിടക്കുന്ന മുറിയിലാണ് ഞങ്ങളുടെ മിറർ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ചെറിയ മിറർ എടുത്തിട്ട് അവിടെ നിന്നാണ് എഴുതുന്നത്. അല്ലെങ്കിൽ അവിടെ മുറിയിൽ ലൈറ്റ് ഇട്ട് വരുമ്പോഴത്തേക്ക് ഈ ദിവസം അപ്പം തന്നെ എഴുന്നേക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറി നിന്നാണ് കണ്ണൊക്കെ എഴുതുന്നത്. ഈ ദിവസത്തെ എഴുന്നേറ്റിട്ടുണ്ട്. ഇനി ആളെ കുറച്ച് നേരം ഫീഡ് ചെയ്യും കേട്ടോ. എന്നിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാറ്. കാരണം കുഞ്ഞിനെ വിട്ടിട്ട് ഞാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. ആൾക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ നമുക്ക് പോയല്ലേ പറ്റുള്ളൂ. പിന്നെ വരുന്നത് എപ്പോഴാണ്? ഈവനിങ് ആണ്. അപ്പോൾ അതുവരെ കുഞ്ഞിനെ വിട്ട് നിൽക്കണ്ടേ. അതുകൊണ്ട് അവിടെ മാക്സിമം ഞാൻ ഫീഡ് ചെയ്തിട്ട് പോകാറുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ടാസ്ക് ആയിട്ടുള്ള പണി ഈ മുടി ഉണക്കലാട്ടോ. കുളിച്ച് കഴിയുമ്പോഴത്തേക്കും നനഞ്ഞ് ഒരുമാതിരി ഇരിക്കട്ടോ. ഇത് ഉണങ്ങി കിട്ടാനായിട്ട് പാടാ. പിന്നെ നമ്മൾ മുടി കെട്ടി വെച്ചിട്ടൊക്കെ പോകുമ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കുകയാണ്. ഫുഡിന് ഉപ്പുമാവും തക്കാളിക്കറിയാണ്. പഴം ഉണ്ട് കേട്ടോ. എനിക്ക് തക്കാളി കറി കൂട്ടി കഴിക്കുന്നതാണ് കൂടുതലിഷ്ടം. അപ്പം ഞാനങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരുങ്ങി റെഡി ആയിട്ടോ.
മുടിയൊക്കെ കെട്ടി സെറ്റായി. ഇദൂസിനെ എൻ്റെ അച്ഛനും അമ്മയും കൂടെ നോക്കുന്നുണ്ട്. അവളെ കാണാതെ വേണം എനിക്ക് സ്കൂളിലേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ ആൾ സമ്മതിക്കില്ല. ഞാൻ പോകുന്നത് കണ്ടാലും നിലവിളിയായിരിക്കും. അതുകൊണ്ട് അവർ പയ്യെ അവിടെ നിന്ന് മാറ്റാനുള്ള പരിപാടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതേ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പോകുന്ന വഴി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴയല്ലേ പെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഒരു ഷോർട്ട് കട്ട് റോഡുണ്ട് കേട്ടോ. അവിടെ കൂടിയാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്. അതാകുമ്പോഴത്തേക്കും നമുക്ക് വലിയ ദൂരം ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് 9:30 അവിടെ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യാറ്. ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് 9 മണിയായപ്പോഴത്തേക്കാണ് കേട്ടോ ഇറങ്ങിയത്. എനിക്ക് 10 മിനിറ്റ് പോലും വേണ്ട സ്കൂളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ബ്ലോഗ് ഇത്രയും കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.